ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ വാർത്തകൾ ലോകരാഷ്ട്രീയത്തെയും ഊർജ്ജ വിപണികളെയും സുരക്ഷാ കാഴ്ചപ്പാടുകളെയും ഒരേ സമയം നടുക്കുകയാണ്. ഇറാനും അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടുന്ന ഈ സംഘർഷം ഇപ്പോൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പുതിയ വിവരങ്ങൾ പ്രകാരം ഇറാനിയൻ സൈന്യം ആദ്യമായി ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചുവെന്നത് ഈ യുദ്ധത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉയർന്നിരിക്കുകയാണ് എന്നതിന് വലിയ സൂചനയായി മാറുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ബ്രിട്ടീഷ് സൈനിക താവളമായ ഡീഗോ ഗാർസിയയിലേക്ക് ഇറാൻ 4000 കിലോമീറ്റർ 2500 മൈൽ ദൂരപരിധിയുള്ള 2 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇസ്രായേൽ സൈനിക മേധാവി ഇയാൾ സമീർ പറഞ്ഞു. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കാൻ തുടങ്ങിയതിനു ശേഷം ഇറാൻ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നത് ഇതാദ്യമാണെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ പറയുന്നത് ഈ മിസൈൽ ആക്രമണം സാധാരണമായൊരു പ്രതികാര നീക്കമല്ല, മറിച്ച് ഇതൊരു തന്ത്രപരമായ സന്ദേശമാണ്. മിഡിൽ ഈസ്റ്റിനപ്പുറത്തേക്ക് പോലും ഇറാന്റെ സൈനിക ശേഷി വ്യാപിപ്പിക്കാൻ കഴിയുമെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിക്കാനുള്ള ശ്രമമാണിതെന്ന് അവർ വിലയിരുത്തുന്നു. ഏകദേശം 4000 കിലോമീറ്റർ ദൂരപരിധിയുള്ള 2 ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയയിലേക്ക് ലക്ഷ്യമിട്ട് വിക്ഷേപിച്ചതായി ഇസ്രായേലി സൈനിക മേധാവി ഇയാൾ സമീർ വ്യക്തമാക്കി. അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രധാന സൈനിക താവളങ്ങളിലൊന്നാണ് ഈ ദ്വീപ്. അതിനാൽ ഈ നീക്കം ഒരു വലിയ മുന്നറിയിപ്പായി കണക്കാക്കപ്പെടുന്നു. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് ഈ മിസൈലുകൾ നേരിട്ട് ഇസ്രായേലിനെ ലക്ഷ്യമിട്ടതല്ലെന്ന പ്രസ്താവന. മറിച്ച് ഇവയുടെ ദൂരപരിധി യൂറോപ്പിലെ പ്രധാന നഗരങ്ങളായ ബെർലിൻ, പാരീസ്, റോം എന്നിവയിലേക്ക് എത്താൻ കഴിയുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ഈ സംഘർഷം ഇനി മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്ന ആശങ്ക ശക്തമാകുകയാണ്. യൂറോപ്പ് വരെ ഭീഷണി വ്യാപിക്കാമെന്ന ആശയം തന്നെ ആഗോള സുരക്ഷാ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇതിനിടെ ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ തെക്കൻ നഗരങ്ങളായ ഡിമോണയിലും അരാദിലും വലിയ നാശനഷ്ടങ്ങൾ വിതച്ചതായി റിപ്പോർട്ടുകളുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ സാധാരണ പൗരന്മാർക്ക് ബാധിച്ചിരിക്കുന്നതും ആശങ്കാജനകമാണ്. ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യം സൈനിക കേന്ദ്രങ്ങളാണെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ നിലത്ത് സംഭവിക്കുന്ന യാഥാർത്ഥ്യം സിവിലിയൻ മേഖലകളെയും ബാധിക്കുന്നതായാണ് കാണുന്നത്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം പ്രവർത്തനക്ഷമമായിരുന്നുവെങ്കിലും എല്ലാ ആക്രമണങ്ങളും തടയാൻ സാധിച്ചില്ലെന്ന് സൈനിക വക്താവ് വ്യക്തമാക്കി. ഇത് ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. പ്രത്യേകിച്ച് ഡിമോണയിലെ ആണവ റിയാക്ടറിന് സമീപം തന്നെ ആക്രമണം നടന്നതായുള്ള വിവരം വളരെ ഗൗരവകരമാണ്. രാജ്യത്തിന്റെ ഏറ്റവും രഹസ്യമായ ആണവ കേന്ദ്രങ്ങളിലൊന്നായ ഈ മേഖലയ്ക്ക് സമീപം മിസൈൽ പതിച്ചതോടെ സുരക്ഷാ ആശങ്കകൾ ഇരട്ടിയായി. ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തി. രാജ്യത്തിന്റെ ഭാവിക്കായി പോരാടുന്ന ഒരു നിർണായക ഘട്ടമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ മുന്നണികളിലും ശത്രുക്കളെ നേരിടാൻ ഇസ്രായേൽ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ പ്രസ്താവന യുദ്ധം കൂടുതൽ കടുപ്പത്തിലേക്ക് നീങ്ങുമെന്ന സൂചനയാണ് നൽകുന്നത്. ഇറാൻ ദേശീയ സുരക്ഷാ സമിതി തലവൻ അലി ലാരിജാനി ഇസ്രായേൽ വ്യോമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ചൈന. ലാരിജാനിയുടെ മരണം അംഗീകരിക്കാനാവില്ലെന്ന് വ്യാഴാഴ്ച ബീജിംഗിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ വ്യക്തമാക്കി. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ബലപ്രയോഗത്തെ ചൈന എന്നും എതിർത്തിട്ടുണ്ടെന്ന് ലിൻ ജിയാൻ പറഞ്ഞു. രാഷ്ട്രതലവന്മാരെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളും സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മേഖലയിലെ സംഘർഷം വഷളാകാതിരിക്കാൻ സൈനിക നടപടികൾ ഉടൻ നിർത്തണമെന്ന് ചൈന എല്ലാ കക്ഷികളോടും ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിൽ വർദ്ധിക്കുന്ന സംഘർഷങ്ങൾ ലഘൂകരിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ചൈന മധ്യസ്ഥ ചർച്ചകൾ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ചൈനയുടെ മധ്യേഷ്യൻ സ്പെഷ്യൽ പ്രതിനിധി ഷൈ ജുൻ മേഖലയിലെ വിവിധ രാജ്യങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. മാർച്ച് 21-ന് ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച 3 ബാലിസ്റ്റിക് മിസൈലുകളും 8 ഡ്രോണുകളും തടഞ്ഞതായി UAE. ഇറാൻ ആക്രമണം ആരംഭിച്ചതിനു ശേഷം UAE വ്യോമ പ്രതിരോധം 341 ബാലിസ്റ്റിക് മിസൈലുകളും 15 ക്രൂയിസ് മിസൈലുകളും 1748 ഡ്രോണുകളുമാണ് തടഞ്ഞത്. ഈ ആക്രമണങ്ങളിൽ സായുധ സേനയിലെ 2 അംഗങ്ങൾ രക്തസാക്ഷികളായി.
പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ഫലസ്തീൻ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാരായ 6 പേർ കൊല്ലപ്പെട്ടു. ആകെ 160 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. UAE, ഈജിപ്ത്, സുഡാൻ, എത്യോപ്യ, ഫിലിപ്പീൻസ്, പാകിസ്ഥാൻ, ഇറാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, അസർബൈജാൻ, യമൻ, യുഗാണ്ട, എറിട്രിയ, ലെബനൻ, അഫ്ഗാനിസ്ഥാൻ, ബഹ്റൈൻ, കോമറോസ്, തുർക്കി, ഇറാഖ്, നേപ്പാൾ, നൈജീരിയ, ഒമാൻ, ജോർദാൻ, ഫലസ്തീൻ, ഘാന, ഇന്തോനേഷ്യ, സ്വീഡൻ, ട്യൂണീഷ്യ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അമേരിക്കയെ ലക്ഷ്യമിടാൻ പ്രഹരശേഷിയുള്ള ദീർഘദൂര ഞാണവ ബാലിസ്റ്റിക് മിസൈലുകൾ പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വികസിപ്പിക്കുകയാണെന്ന് US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാർഡ് വ്യക്തമാക്കി. 2026 വാർഷിക സുരക്ഷാ ഭീഷണി വിലയിരുത്തൽ റിപ്പോർട്ട് US സെനറ്റ് ഇന്റലിജൻസ് കമ്മിറ്റിക്ക് മുൻപാകെ അവതരിപ്പിക്കുകയായിരുന്നു അവർ. പാകിസ്ഥാന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ വികസന പദ്ധതികളിൽ അമേരിക്കൻ മണ്ണിൽ വരെ ആക്രമിക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടാൻ വലിയ സാധ്യതയുണ്ടെന്ന് അവർ സെനറ്റ് അംഗങ്ങളോട് വ്യക്തമാക്കി. അമേരിക്കയ്ക്ക് നിലവിൽ ഏറ്റവും വലിയ ഞാണവ ഭീഷണി ഉയർത്തുന്നത് പാകിസ്ഥാൻ, ചൈന, റഷ്യ, ഉത്തര കൊറിയ, ഇറാൻ എന്നീ 5 രാജ്യങ്ങളാണെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനോ മറികടക്കാനോ ശേഷിയുള്ള അതിനൂതന മിസൈൽ വിതരണ സംവിധാനങ്ങളാണ് ചൈനയും റഷ്യയും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തര കൊറിയയുടെ മിസൈലുകൾക്ക് ഇതിനകം തന്നെ അമേരിക്കയിലെത്താൻ ശേഷിയുണ്ടെന്നും അവർ തങ്ങളുടെ ഞാണവ ശഖരം വിപുലീകരിക്കുകയാണെന്നും തുളസി ഗബാർഡ് പറഞ്ഞു. ഉത്തര കൊറിയ റഷ്യയുമായും ചൈനയുമായും തങ്ങളുടെ സൈനിക ബന്ധം കൂടുതൽ ശക്തമാക്കുന്നത് ആഗോള സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. അമേരിക്കയെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളുടെ എണ്ണത്തിൽ വരും വർഷങ്ങളിൽ വൻ വർധനവുണ്ടാകുമെന്നാണ് US ഇന്റലിജൻസിന്റെ കണക്കുകൂട്ടൽ. 2025 ഇത്തരം മിസൈലുകൾ 3000 ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2035 ആകുമ്പോഴേക്കും ഇത് 16,000 കുതിച്ചുയരുമെന്നാണ് ഇന്റലിജൻസ് മേധാവി വ്യക്തമാക്കിയത്. ഇതിനു പുറമെ ആഫ്രിക്ക, പശ്ചിമേഷ്യ, ദക്ഷിണേഷ്യ എന്നീ രാജ്യങ്ങളിൽ സജീവമായ അൽ-ഖ്വയ്ദ, ISIS തുടങ്ങിയ ഭീകര സംഘടനകൾ ഇപ്പോഴും ആഗോളതലത്തിൽ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അതേസമയം അമേരിക്കയുടെ നിലപാടും ഈ സംഘർഷത്തിൽ ഏറെ നിർണായകമാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പ്രസ്താവനയിൽ ഇറാനെ നേരെയുള്ള സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി സൂചിപ്പിച്ചു. എന്നാൽ അതേസമയം തന്നെ US ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വളരെ അടുത്തെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പരസ്പര വിരുദ്ധമായ സന്ദേശങ്ങൾ അമേരിക്കയുടെ യഥാർത്ഥ തന്ത്രത്തെക്കുറിച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ്. ട്രംപ് പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിനെക്കുറിച്ച് പരാമർശിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നാണ് ഈ കടലിടുക്ക്. ഇപ്പോൾ സംഘർഷത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുകയാണ്. ഇതിലൂടെ ലോകത്തെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്നു. ഈ പാത അടഞ്ഞാൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയുണ്ടാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനിടെ ഇറാനിൽ നടക്കുന്ന ആക്രമണങ്ങളും ശക്തമായി തുടരുകയാണ്. ടെഹ്റാനിനടുത്തുള്ള ആണവ സംഭരണി കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നിരവധി സൈനിക ലക്ഷ്യങ്ങളെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇതുവരെ വലിയ രീതിയിലുള്ള റേഡിയോ ആക്റ്റീവ് ചോർച്ചയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നത് ആശ്വാസകരമായ കാര്യമാണ്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളിലൊന്നായ ഖാർഗ് ദ്വീപും ആക്രമണ ഭീഷണിയിൽ തുടരുകയാണ്. ഈ ദ്വീപ് ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ആഗോള എണ്ണ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനകം തന്നെ യൂറോപ്പിൽ പ്രകൃതിവാതക വില 35% വരെ ഉയർന്നിട്ടുണ്ട്. ഇത് ഈ യുദ്ധത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഗുരുതരമാണെന്ന് വ്യക്തമാക്കുന്നു. ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും കൂടുതൽ വഷളാകുകയാണ്. UAEയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. സൗദി അറേബ്യ ഇറാനിയൻ നയതന്ത്രജ്ഞരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നീക്കങ്ങൾ ഗൾഫ് മേഖലയിലെ പാർശ്വിക രാഷ്ട്രീയ സംഘർഷം വർദ്ധിപ്പിക്കുകയാണ്. ഇസ്രായേൽ ലെബനോനിലും ആക്രമണം നടത്തി. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള സംഘത്തെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ഇതോടെ ഈ യുദ്ധം ഇനി പല രാജ്യങ്ങളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ ശക്തമാകുന്നു. ടെഹ്റാനിനടുത്തുള്ള മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ മുഴുവൻ സംഭവവികാസങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ നിലപാടും ശ്രദ്ധേയമാണ്. പാചകവാതക ക്ഷേമം നേരിടുന്ന ഇന്ത്യ ഹോർമുസ് കടലിടുക്കുമായി കപ്പൽ ഗതാഗതം തുടരാൻ ഇറാനുമായി സഹകരിക്കുന്ന കുറച്ചു രാജ്യങ്ങളിൽ ഒന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റുമായി നടത്തിയ സംഭാഷണവും ഈ വിഷയത്തിൽ ഇന്ത്യയുടെ സജീവ ഇടപെടലിനെ സൂചിപ്പിക്കുന്നു.
ജപ്പാൻ പോലുള്ള രാജ്യങ്ങളും ഈ കടലിടുക്കിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. അവരുടെ എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു ഭാഗവും ഈ പാതയിലൂടെ തന്നെയാണ്. അതിനാൽ ഈ പ്രദേശത്തെ സംഘർഷം ഏഷ്യൻ രാജ്യങ്ങളെയും നേരിട്ട് ബാധിക്കുന്നു. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ വീണ്ടും അതീവ അപകടകരമായൊരു വഴിത്തിരിവിലേക്ക് യുദ്ധം കടന്നിരിക്കുന്നു. ആഗോള രാഷ്ട്രീയത്തെയും സാമ്പത്തികത്തെയും ഒരേ സമയം കുലുക്കുന്ന തരത്തിലുള്ള ഈ സംഘർഷത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പുതിയ ഭീഷണി ലോകശ്രദ്ധ മുഴുവൻ പിടിച്ചുപറ്റിയിരിക്കുന്നു. വെറും 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കാത്ത പക്ഷം ഇറാന്റെ പ്രധാന ഊർജ്ജ നിലയങ്ങളെ ഇല്ലാതാക്കുമെന്നാണ് ട്രംപ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞതിന് വെറും ഒരു ദിവസം ശേഷമാണിത്തരമൊരു കടുത്ത മുന്നറിയിപ്പ് വന്നിരിക്കുന്നതെന്നതാണ് കൂടുതൽ ആശങ്കാജനകം. ഈ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ലോകത്തിലെ ആകെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം